പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാനകി അമ്മയോട് പറയുകയാണ് കേട്ടോ, അമ്മേ, അനിയുടെ പേരിൽ ക്ഷേത്രത്തിൽ അന്നദാനം ചെയ്യണമെന്ന് എനിക്കൊരു നേർച്ചയുണ്ട്. അതിനെന്താ ജാനകി, നമുക്ക് ചെയ്യാം, എല്ലാവർക്കും പോകാം, നല്ല കാര്യമല്ലേ എന്ന് മുത്തശ്ശനും പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയും, അമ്മേ, ഞാൻ വരുന്നില്ല, എന്താണെന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് പ്രഷർ കുറഞ്ഞു പോകുന്നു, നിങ്ങളെല്ലാവരും പോയിട്ട് വാ. അപ്പോൾ നീ ഇവിടെ തനിച്ചായിരിക്കില്ല ദേവയാനി, മുത്തശ്ശി ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേട്ട് നായന പറയും, മുത്തശ്ശി, അമ്മയ്ക്ക് കൂട്ട് ഞാനിരുന്നോളാം, നിങ്ങളെല്ലാവരും പോയിട്ട് വാ. അപ്പോൾ മുത്തശ്ശി പറയും, വേണ്ട, ഞാനിരുന്നോളാം, നിങ്ങളെല്ലാവരും പോയിട്ട് വാ. നായന ഇത് കേട്ട് നായന പറയും, വേണ്ട മുത്തശ്ശി, ഞാൻ തന്നെ ഇരുന്നോളാം. അപ്പോൾ മുത്തശ്ശൻ പറയും, ആ അത് ശരിയാടോ, നായനമോള് റെസ്റ്റ് എടുക്കട്ടെ. പിന്നീട് ജലജയും അഭിയും കൂടി നായനെയും ആദർശനെയും പിരിക്കാനുള്ള വഴി ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അഭി പറയും, അമ്മേ, എല്ലാവരും അമ്പലത്തിൽ പോവുകയല്ലേ, അമ്മായിയുടെ പ്രഷറിൻ്റെ ഗുളിക മാറ്റി വേറെ ഗുളിക വെക്കാം, പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ച് പറയണ്ടല്ലോ. എടാ, വല്ല ചത്തുപോയ എന്ത് ചെയ്യും, ചാകണമെങ്കിൽ ചാകട്ടെ, അതിനു മാത്രം നമ്മളെ അപമാനിച്ചിട്ടുണ്ട്. എടാ അഭി, ഇതെങ്കിലും നേരെ ചൊവ്വെ ചെയ്യാൻ നോക്ക്. അമ്മേ, അമ്മായിക്ക് എന്ത് സംഭവിച്ചാലും നയനയുടെ കഴുത്തിലാകും. പിന്നീട് പോകാൻ നേരം ആദർശ് നയനോട് പറയും, നയനെ, ഞങ്ങൾ പോയിട്ട് വരാം, നീ അമ്മയെ ശ്രദ്ധിച്ചോളണം, ഒപ്പം നിന്നെയും എന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് കേട്ടോ. ശരി, ഞാൻ നോക്കിക്കോളാം ആദർശേട്ടാ. അങ്ങനെ ദേവയാനിയുടെ ടാബ്ലറ്റ് മാറ്റി വെക്കുകയാണ് കേട്ടോ ജലജ. എല്ലാവരും പോകാൻ ഇറങ്ങുമ്പോൾ അമ്മ പറയും, ദേവയാനി, പോയിട്ട് വരാം. ശരി അമ്മേ, നിങ്ങൾ ഞങ്ങൾ രണ്ടുപേരെക്കുറിച്ചോർത്ത് വിഷമിക്കേണ്ട, സന്തോഷത്തോടെ പോയിട്ട് വാ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ജലജ മനസ്സിൽ പറയുകയാണ് കേട്ടോ, ഞങ്ങൾ തിരികെ വരുമ്പോൾ നീ ICU ബെഡിൽ അല്ലെങ്കിൽ ഡെഡ് ബെഡിലായിരിക്കും ഉണ്ടാവുക എന്നോർത്ത് സന്തോഷത്തോടെ പോവുകയാണ്. പിന്നീട് ജലജ അഭിയോട് പറയും, എടാ, നീ ഉടൻ തന്നെ നയനയെ വീട്ടിൽ നിന്ന് മാറ്റണം, ഇല്ലെങ്കിൽ ടാബ്ലറ്റ് കണ്ടാൽ അവൾക്ക് മനസ്സിലാകും, ചേട്ടത്തിയാവുമ്പോൾ മനസ്സിലാവില്ല, നയനയല്ലേ അവർക്ക് ടാബ്ലറ്റ് എടുത്തു കൊടുക്കാറ്, ഇതോടെ അത് തീർന്നു കിട്ടും. പിന്നീട് അഭി ഒരാളെ വിളിച്ചിട്ട് നയനയെ ഫോൺ വിളിച്ച് ഒരു തട്ടിപ്പ് നടക്കാൻ പോകുന്നു എന്ന് പറയണം, അവർ അത് വിശ്വസിക്കുന്ന രീതിയിൽ പറയണം. ശരി സാർ, ഞാൻ നിനക്ക് വേണ്ട പണം തരാം, പക്ഷേ ഒരു കാരണവശാലും എൻ്റെ പേര് പുറത്തു വരരുത്, നീയൊരു വ്യാജ സിമ്മിൽ നിന്നും വിളിച്ചാൽ മതി, അതിനുശേഷം അത് നശിപ്പിച്ചേക്ക്. ശരി സാർ എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ വെക്കുകയാണ് കേട്ടോ. പിന്നീട് നായനെ പറയും, അമ്മേ, എന്ന് ഞാൻ ഫുഡ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോകുമ്പോൾ ദേവയാനി പറയും, അത് വേണ്ട, മോൾക്ക് സുഖമില്ലാത്തതല്ലേ, ഞാൻ തന്നെ ചെയ്തോളാം. അതല്ല, അമ്മക്ക് ക്ഷീണമെന്നല്ലേ പറഞ്ഞത്, ഇന്ന് ഞാൻ ചെയ്തോളാം, ഇത്ര ദിവസം അമ്മയല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, എന്നാൽ നമുക്ക് രണ്ടുപേർക്ക് കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി പാചകം ചെയ്യുകയാണ് കേട്ടോ. പിന്നീട് നായനക്കൊരു കോൾ വരികയാണ് കേട്ടോ. മാഡം ജ്വല്ലറിയിൽ നിന്നും വിളിക്കുകയാണ്, അഭിസാർ എന്തോ ഭയങ്കരമായ ഗൂഢാലോചന നടത്തുന്നുണ്ട്, ഒരു സൂചന കിട്ടിയിട്ടുണ്ട് മാഡം, ജ്വല്ലറിയിൽ നിന്നും പുറത്താക്കിയതിൻ്റെ പ്രതികാരമായിരിക്കാം, വീണ്ടും കള്ളസ്വർണം വാങ്ങി വ്യാജരേഖകൾ ഉണ്ടാക്കാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. ശരി, ഞാനിപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നയന ഫോൺ വെക്കുകയാണ് കേട്ടോ. ഉടൻ തന്നെ ദേവയാനിയോട് നയന കാര്യം പറയുകയാണ് കേട്ടോ. അമ്മേ, അഭി എന്തോ ഗൂഢാലോചന നടത്തുന്നുണ്ട്, ജ്വല്ലറിയിൽ നിന്നും ഇപ്പോൾ മാനേജറാണ് വിളിച്ചത്, കള്ളസ്വർണം വീണ്ടും എടുക്കുന്നോ മറ്റോ അവന് പ്ലാനുണ്ട്. അമ്മേ, എന്താണ് ചെയ്യുക, ആദർശേട്ടനെ വിളിച്ചു പറയട്ടെ? അത് വേണ്ട മോളെ, അവൻ അവിടെ ഇല്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. മോളെ, നമുക്ക് പോകാം, അതാണ് നല്ലത്. എന്നാ ഞാൻ പോകാമേ, അമ്മ വരണ്ട, അമ്മക്ക് വയ്യാണ്ടിരിക്കുകയല്ലേ. ശരി, എന്നാ മോള് പോയിട്ട് വാ. അവനെ അങ്ങനെ വിടാൻ പറ്റില്ല, ക്ഷമിക്കും തോറും തെറ്റുകൾ അവൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതം നശിപ്പിക്കുന്ന രീതിയിലാണ് അവൻ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. അങ്ങനെ കാവ്യ ജ്വല്ലറിയിലേക്ക് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ടാബ്ലറ്റിൻ്റെ ടിൻ ദേവയാനിയുടെ കയ്യിൽ എടുത്ത് വെച്ച് കൊടുത്തിട്ട്, അമ്മേ, മറക്കാതെ ടാബ്ലറ്റ് കഴിക്കണം കേട്ടോ എന്ന് പറയുക. ശരി മോളെ, നീ വേഗം പോകാൻ നോക്ക്, ഞാൻ നോക്കിക്കോളാം. പിന്നീട് ദേവയാനി മരുന്ന് കഴിച്ചിട്ട് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നയന ജ്വല്ലറിയിൽ ചെന്നിട്ട് മാനേജറോട് ചോദിക്കും, താനാണോ എന്നെ വിളിച്ചത്? ഇല്ല മാഡം, ഞാൻ വിളിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് കുറച്ചു മുമ്പ് കോൾ വന്നല്ലോ. ഇല്ല മാഡം, ഇവിടെ നിന്ന് ആരും വിളിച്ചിട്ടില്ല. അഭി ഇവിടെ വന്നിരുന്നു? ഇല്ല, വന്നിട്ടില്ല. എന്നിട്ട് മേശപ്പുറത്തിരിക്കുന്ന ഫയലൊക്കെ അവളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നയനയാണെങ്കിൽ സംശയത്തോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ ദേവയാനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുകയാണ്. ശരീരം തളർന്ന് ദേവയാനി താഴെ വീഴുകയാണ് കേട്ടോ. ഒരു കണക്കിന് മൊബൈലെടുത്ത് ദേവയാനി ആദർശനെ വിളിക്കുകയാണ് കേട്ടോ. ആ അമ്മേ, പറയ്. മോനെ ആദർശേ. ആ പറയമ്മേ. ആദർശേ, എനിക്ക് വയ്യടാ. അമ്മേ, എന്തു പറ്റി? അമ്മേ എന്ന് ആദർശ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ദേവയാനിയുടെ ബോധം പോവുകയാണ് കേട്ടോ. എന്താ മോനെ? ദേവയാനി എന്തിനാ വിളിച്ചത്? മുത്തശ്ശി, അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അതെന്താ, നയനമോള് വീട്ടിലില്ലേ? പിന്നെ എന്ത് പറ്റാനാ? അതറിയില്ല, അമ്മയ്ക്ക് വയ്യാന്നാ പറഞ്ഞത്. അമ്മ ഇനി ടാബ്ലറ്റ് കഴിക്കാൻ മറ്റും മറന്നോ? അതെങ്ങനെയാ ആദർശേ, അവിടെ നയനയുള്ളതല്ലേ എന്ന് ജലജ ചോദിക്കുകയാണ് കേട്ടോ. എന്തോ എനിക്ക് പേടിയാവുന്നു മുത്തശ്ശി,
അങ്ങനെയൊന്നുമില്ല മോനെ, മോൻ പേടിക്കണ്ട. ആദർശേ, എന്നാൽ വാ നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം എന്ന് മുത്തശ്ശൻ പറയുകയാണ്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി ഉടൻ തന്നെ അനന്തപുരിയിലേക്ക് എത്തുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ദേവയാനി താഴെ വീണ് കിടക്കുന്നതാണ് കാണുന്നത്. ദേവയാനി എന്ന് ജയൻ വിളിക്കുന്നുണ്ട്. അമ്മേ, കണ്ണു തുറക്കമ്മേ എന്ന് ആദർശം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്ടോ. അങ്ങനെ ദേവയാനിയെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് അവരെല്ലാവരും കൂടി കൊണ്ടുപോവുകയാണ്. ആ സമയം തന്നെ കാറിൽ നയൻ എത്തുകയാണ്ടോ. അപ്പോഴാണ് അമ്പലത്തിൽ പോയ എല്ലാവരും വീട്ടിൽ നിന്നും പോകുന്നത് കാണുന്നത്. വേഗം തന്നെ അവൾ പുറകെ പോവുകയാണ്ടോ. അപ്പോൾ ജലജ ചോദിക്കുകയാണ്ടോ, എടാ അബി, കാര്യങ്ങളൊക്കെ സക്സസ് ആകുമോ? മരിച്ചോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ അമ്മേ. ഞാനുണ്ടാകുമെന്ന് നയനമോള് പറഞ്ഞതാണല്ലോ, പിന്നെ മോൾ എങ്ങോട്ടാ പോയത്? മുത്തശ്ശി പറയുകയാണ്ടോ. പെട്ടെന്ന് അവിടേക്ക് നയന ഓടിയെത്തുകയാണ്. മുത്തശ്ശി, അമ്മയ്ക്ക് എന്താ പറ്റിയത്? എല്ലാവരും അത്ഭുതത്തോടെ നയനയെ നോക്കുകയാണ്ടോ. അവർക്കും അറിയില്ലല്ലോ എന്താ പറ്റിയത്. നോക്കാൻ ഏൽപ്പിച്ച ആളാണെങ്കിൽ അവരോട് തന്നെ വന്ന് ചോദിക്കുകയാണ് അമ്മയ്ക്ക് എന്താണ് പറ്റിയതെന്ന്. നീ എവിടേക്കാണ് നയനയെ പോയത്? നിന്നോട് അമ്മയെ നോക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത് എന്ന് ആദർശ് അവളോട് ചൂടാവുകയാണ്ടോ. ആദർശേ, ഇത് ഹോസ്പിറ്റലാണ്, പതുക്കെ. നയനമോള് അത്ര ഉത്തരവാദിത്തമില്ലാത്ത ആളൊന്നുമല്ല എന്ന് മുത്തച്ഛൻ ആദർശിനോട് പറയുകയാണ്ടോ. അമ്മയിട്ടേച്ച്, പിന്നെ ഇവളെവിടെയാ പോയത്? നയനെ, എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയും എന്ന് ആദർശ് നയനോട് പറയുകയാണ്ടോ. ആദർശിൻ്റെ മുഖം കണ്ടിട്ട് നയനക്ക് പേടിയാവുകയാണ്. ഇത് കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് അബിയും ജലജയും. ഈശ്വര, ഇവർ രക്ഷപ്പെടാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ജലജ ആഗ്രഹിക്കുകയാണ് കേട്ടോ. നയനയാണെങ്കിൽ ഇരുന്ന് കരയുകയാണ്. ആദർശേട്ടാ, ഞാനൊന്ന് പറയുന്നത് കേൾക്ക് എന്ന് പറഞ്ഞിട്ടൊന്നും ആദർശ് കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല കേട്ടോ. പെട്ടെന്ന് നയനയുടെ അടുത്തേക്ക് മുത്തച്ഛി വന്നിട്ട് പറയും, മോളെ, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ ദേവയാനിക്ക് സുഖപ്പെടട്ടെ. പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതിയ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.